ഷാഫിയുടെ പിൻഗാമിയായി പാലക്കാട് രാഹുൽ തന്നെ ഉറപ്പിച്ച് വി.ടി. ബൽറാം. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിജയിക്കുമെന്ന് ഉറപ്പിച്ച് വി.ടി. ബൽറാം. ഫേസ്ബുക്കിലൂടെയാണ് വി.ടി. ബൽറാം തന്റെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. പാലക്കാട് രാഹുൽ തന്നെ. ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി പാലക്കാട്ടെ പുതിയ എം.എൽ.എ. ആകുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഹാർദമായ അഭിനന്ദനങ്ങൾ. അഭിമാനകരമായ ഈ വിജയമൊരുക്കിയ എല്ലാ യു.ഡി.എഫ് പ്രവർത്തകർക്കും പാലക്കാട്ടെ വോട്ടർമാർക്കും നന്ദിയെന്നാണ് ബൽറാമിന്റെ പോസ്റ്റ്. അതേസമയം പാലക്കാട് നിലവിൽ 5000 വോട്ടുകൾക്ക് രാഹുൽ മുന്നിലാണ്. പാലക്കാട് മണ്ഡലത്തിൽ പോസ്റ്റൽ വോട്ടുകളും ആദ്യ റൗണ്ടിലും ബി.ജെ.പി. സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മുന്നിലായിരുന്നു. ബി.ജെ.പിക്ക് മുൻതൂക്കമുള്ള നഗരസഭയിലെ വോട്ടുകളാണ് ആദ്യം എണ്ണിയത്. ആദ്യ റൗണ്ട് ബി.ജെ.പി. മുന്നേറ്റമുണ്ടാക്കിയെങ്കിലും രണ്ടാം റൗണ്ടിൽ യു.ഡി.എഫ് ലീഡ് തിരിച്ചുപിടിച്ചു. പിന്നീട് ഈ മുന്നേറ്റം തുടർന്ന യു.ഡി.എഫിന് 5ാം റൗണ്ടിൽ തിരിച്ചടിയുണ്ടായെങ്കിലും 7ാം റൗണ്ടിൽ വീണ്ടും ലീഡ് തിരിച്ചുപിടിച്ചു. 5ാം റൗണ്ടിൽ മുന്താത്തറ ഉൾപ്പെടുന്ന മേഖലയാണ് ബി.ജെ.പി. ലീഡ് പിടിച്ചത്. പാലക്കാട് നഗരസഭയിൽ ഇത്തവണ ബി.ജെ.പിക്ക് വലിയ തോതിൽ വോട്ട് കുറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇ. ശ്രീധരൻ ഉണ്ടാക്കിയ നേട്ടമുണ്ടാക്കാൻ സി കൃഷ്ണകുമാറിന് സാധിച്ചിട്ടില്ല. നഗരസഭയിൽ ഇത്തവണ ബി.ജെ.പിക്ക് കുറഞ്ഞ വോട്ടുകൾ കോൺഗ്രസിലേക്കാണ് വോട്ട് ചോർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ തവണ കോൺഗ്രസിന് ലഭിച്ചതിനേക്കാൾ 430 വോട്ട് നഗരസഭയിൽ കൂടി. CPM സ്വതന്ത്ര സ്ഥാനാർത്ഥി പി. സരിന് 111 വോട്ടും വർദ്ധിച്ചു. ചേലക്കരയിൽ ഇടതുമുന്നേറ്റം തുടക്കത്തിൽ തന്നെ ദൃശ്യമായിരുന്നു. വരവൂർ പഞ്ചായത്തിലെ വോട്ടുകളാണ് ആദ്യം എണ്ണിയത്. LDF തങ്ങളുടെ ഉരുക്കുകോട്ടയായി നിലനിർത്തിയ മണ്ഡലത്തിൽ അട്ടിമറി പ്രതീക്ഷ നിലനിർത്തിയാണ് UDF രമ്യ ഹരിദാസിനെ ഇറക്കിയത്. എന്നാൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ രമ്യ ഹരിദാസിന് സാധിച്ചിട്ടില്ല. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വലിയ മുന്നേറ്റമുണ്ടാക്കുന്നു. ഭൂരിപക്ഷം 3 ലക്ഷം കടന്ന് മുന്നേറുന്നു. 4 ലക്ഷം ഭൂരിപക്ഷം കടക്കുമെന്നാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി 2ാം സ്ഥാനത്തും നവ്യ ഹരിദാസ് 3ാം സ്ഥാനത്തുമുണ്ട്.